ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വാർണിംഗ് സൈൻസ് ഇൻ പ്രഗ്നൻസി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രഗ്നൻസി ആവുമ്പോൾ ഒരു വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ അതിൽ ഓരോ പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴും ഡോക്ടർ പറയും ഇനി അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ 4 ആഴ്ച കഴിഞ്ഞ് വരണം, അങ്ങനെ പറയും. പക്ഷേ ചില സമയത്ത് അതിന് മുന്നേ ചിലപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണേണ്ടി വരാം. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ വന്നാൽ, ചില സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി എമർജൻസി വിഭാഗത്തിലെങ്കിലും കാണിക്കേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാർണിംഗ് സൈൻസ് ഇൻ പ്രഗ്നൻസി? അത് പ്രഗ്നൻറ്റ് ലേഡീസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ബ്ലീഡിങ്, എന്ന് വെച്ചാൽ മുറ വരുന്ന സമയത്ത് യോനിഭാഗം വഴി ബ്ലീഡിങ് വരുന്നത് പോലെ പ്രഗ്നൻസി സമയത്തും ബ്ലീഡിങ് വരാം. അല്ലെങ്കിൽ വെള്ളം പൊട്ടി പോവാം, എന്ന് വെച്ചാൽ ലീക്കിംഗ് ആയിട്ട് വാട്ടർ ബ്രേക്കേജ് അങ്ങനെ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഡിസ്ചാർജ് ആയിട്ട് പോവാം. പിന്നെ ഉള്ളത് അനക്കം, കുഞ്ഞിൻ്റെ അനക്കം കുറവായിട്ട് തോന്നുക. അല്ലെങ്കിൽ ചിലപ്പോൾ വയറുവേദന, എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള വയറുവേദന അങ്ങനെ ഉണ്ടെങ്കിലും ഡോക്ടറിനെ കാണിക്കേണ്ടി വരാം. പിന്നെ ഉള്ളത് പനി അതൊക്കെ ഉള്ളപ്പോൾ ഡോക്ടറിനെ കാണിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഒന്ന് എൻഷുർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ആദ്യമേ ഉള്ളത് നമ്മൾ പറഞ്ഞത് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി പ്രഗ്നൻസി സമയത്ത് മാസമുറ പോലെ ബ്ലീഡിങ് കാണാറില്ല. അപ്പോൾ ബ്ലീഡിങ്ങിന് പല കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ, എന്ന് വെച്ചാൽ 12 ആഴ്ചയ്ക്ക് മുമ്പേ ഒക്കെയാണ് ബ്ലീഡിങ് ഒക്കെ വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മിസ്കാരേജ്, അബോർഷൻ ആവാനുള്ള സാധ്യത ആയിരിക്കാം. ചിലപ്പോൾ ചില സമയത്ത് നോർമൽ പ്രഗ്നൻസിയിലും കുറച്ചിങ്ങനെ സ്പോട്ടിങ് പോലെ കാണാം. അത് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അല്ലെങ്കിൽ ത്രെറ്റൻഡ് അബോർഷൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡോക്ടറിനെ ഒന്ന് കാണിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, റെസ്റ്റ് എടുക്കണോ അതോ വേറെ ഗുളികകൾ വല്ലതും കഴിക്കണോ, അതൊക്കെ ഒന്ന് ചോദിച്ച് പിന്നെ ചിലപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് കുഞ്ഞിൻ്റെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ബ്ലീഡിങ് ചിലപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം 8-ാം മാസം അല്ലെങ്കിൽ 9-ാം മാസം തുടക്കുമ്പോൾ അങ്ങനെയൊക്കെ വരാം. അത് വേറെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പ്ലാസൻ്റ കുറച്ച് താഴെ വരുന്നത്, മറുപിള്ള താഴോട്ട് വരുമ്പോഴും അങ്ങനെ ബ്ലീഡിങ് വരാം. പിന്നെ ഉള്ളത് എബ്രപ്ഷ്യോ പ്ലാസൻ്റ യൂട്രസിൽ നിന്ന് വേർപെട്ട് വരുമ്പോഴും അങ്ങനെ ബ്ലീഡിങ് വരാം. അപ്പോൾ അത് ഒക്കെ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ 8-ാം മാസത്തിൽ ബ്ലീഡിങ് വരിക അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് എമർജൻസി വിഭാഗത്തിൽ പോയി ചിലപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആക്കാനും പറയും. അപ്പോൾ അതിനൊക്കെ തയ്യാറായി തന്നെ പോകേണ്ടി വരും. പിന്നെ ഉള്ളത് ചിലപ്പോൾ നേരത്തെ വേദന വരുമ്പോൾ എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള വേദന, അല്ലെങ്കിൽ അടിവയറ്റിൽ വേദന, അതിൻ്റെ കൂടെ മൂത്രം പോവാനായിട്ട് ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ചില സമയത്ത് വരാം. അപ്പോൾ ഈ പ്രീടേം ലേബർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള വേദന, ചിലപ്പോൾ അതിൻ്റെ കൂടെ ബാക്ക് പെയിനും കാണാം. പിന്നെ ഉള്ളത് ചിലപ്പോൾ ഈ ഡിസ്ചാർജ്, ഒരു മ്യൂക്കോയിഡ്, ഒരു മൂക്കള പോലെയുള്ള ദ്രാവകത്തിൽ ചിലപ്പോൾ രക്തം കലർന്നും പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറിനെ കാണിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞത് പനിയായിട്ട് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചോദിച്ചിട്ട് പാരസെറ്റമോൾ കഴിക്കുക. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ഡോക്ടറിനെ കണ്ട് അത്യാവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് വീട്ടിൽ പരിചരിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് അനക്കം, കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഒരു സന്തോഷകരമായുള്ളൊരു അനുഭവമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം നിന്നു പോവുക അല്ലെങ്കിൽ കുറഞ്ഞു പോവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെക്കപ്പ് നടത്തുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ സ്കാൻ ചെയ്യാൻ പറയാം, ചിലപ്പോൾ കുഞ്ഞിൻ്റെ തുടിപ്പൊന്ന് കേൾപ്പിച്ച് തരും. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്കൊരു എഷ്യോർഡ് ആവുമ്പോൾ മാത്രമേ തിരിച്ച് വീട്ടിൽ വരാവുള്ളൂ. പിന്നെ ഉള്ളത് തലവേദന, കഠിനമായ തലവേദന, പിന്നെ കണ്ണ് മങ്ങൽ. അത്
യൂഷ്വലി നേരത്തെ തലവേദന ഉള്ളവർക്ക് ചിലപ്പോൾ വരാം. പക്ഷെ എന്നാലും എസ്പെഷ്യലി പ്രഷറുള്ള പ്രഗ്നൻറ്റ് ലേഡീസ് അങ്ങനെയുള്ളവർക്ക് കഠിനമായ തലവേദന, കണ്ണുമങ്ങൽ ഒക്കെ വരുവാണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാൽ പ്രഷറൊക്കെ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരാം. അതെന്ന് പറഞ്ഞാൽ ജന്നി വരാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ജന്നി വന്നാൽ ചിലപ്പോൾ തലച്ചോറിൽ രക്തസ്രാവം അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ തലവേദന അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഡോക്ടറിനെ എന്തായാലും പോയി കാണിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ജന്നി വന്നാൽ ചിലപ്പോൾ അമ്മ മരണപ്പെട്ടു വരെ പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടി ഉള്ള പ്രതിരോധ മരുന്നുകളൊക്കെ നേരത്തെ തന്നെ ആശുപത്രിയിൽ പോകുമ്പോൾ തരുന്നതായിരിക്കും. അപ്പോൾ അത് ഡോക്ടർ എന്താ പറയുന്നത് അത് ആ ചികിത്സ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളത് വേറെ ഓരോ സിംറ്റംസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നീര്. നമുക്ക് പ്രഗ്നൻസിയിൽ സാധാരണ നീര് ഉണ്ടാവാറുണ്ട്. എന്നുവെച്ചാൽ കാലിൽ, പാദങ്ങളിൽ കുറച്ച് നീരൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് റെസ്റ്റ് എടുക്കുമ്പോൾ 6 to 7 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോഴോ കിടക്കുമ്പോഴൊക്കെ അത് യൂഷ്വലി അത് കുറയാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഈ നീര് കാൽമുട്ടിന് മുകളിലായിട്ട് വരാം, അത്രയും വരെ വരാം. പിന്നെ അല്ലെങ്കിൽ ഈ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത്, യോനി ഭാഗത്തിൽ നീരായിട്ട് വരാം, അല്ലെങ്കിൽ വയറ്റിൽ നീര്, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റിന് നീര്, അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. അതൊക്കെ എബ്നോർമലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ ഉടനെ തന്നെ കാണേണ്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ മൂത്രത്തിൻ്റെ അളവ് കുറയുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കാണിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനക്കക്കുറവുണ്ടെങ്കിൽ എന്തായാലും കാണിക്കുക. അപ്പോൾ അതും ഡോക്ടർ ഒന്ന് നോക്കി അഷ്വറൻസ് തന്നിട്ട് മാത്രമേ നമുക്ക് വീട്ടിൽ വരാവുള്ളൂ. അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് വാർണിംഗ് സൈൻസ് ഇൻ പ്രഗ്നൻസി എന്നാണ്. വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ സമീപിക്കുക, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി എമർജൻസി വിഭാഗത്തിൽ കാണിക്കണം. എന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസിയിൽ വരുന്ന മോർബിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്, അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോവുക, കുഞ്ഞിൻ്റെ ചുറ്റിനുമുള്ള വെള്ളം പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ പിന്നെ പനി, തലവേദന, കണ്ണുമങ്ങൽ, പിന്നെ അനക്കക്കുറവ്, പിന്നെ കൂടുതലായിട്ട് നീര്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പോകുന്നതാണ് നല്ലത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.